ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഈ ആഴ്ചത്തെ മെയിൻ ഇമ്പോർട്ടൻ്റ് മൂവുകളും നമ്മൾ കണ്ട സെറ്റപ്പുകളും ആ ഒരു മൊമെൻറ്റിൻ്റെ ഡെപ്ത് എന്താണെന്നുള്ളതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത് എന്നുള്ളത്. സോ അതുമാത്രമല്ല, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫണ്ടഡ് അക്കൗണ്ടുകൾ നിർത്താൻ പോവുകയാണോ എന്നുള്ള കുറേ മെസ്സേജുകൾ വന്നു. MFF നിർത്തി. സോ അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇത് സ്വാഭാവികമാണ് ഈ ഇൻഡസ്ട്രിയിൽ. ഇത് ഒരുപാട് വട്ടം സംഭവിച്ചിട്ടുള്ളതാണ്. സോ ഇതിനകത്തൊരു ഗ്യാരണ്ടി ഇല്ല. ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് ഒന്നിലും ഒരു ഗ്യാരണ്ടി ഇല്ല. നിങ്ങൾ ഇട്ടേക്കുന്ന ഫണ്ടിലും നിങ്ങളുടെ ഒന്നിലും ഒരു ഗ്യാരണ്ടി ഇല്ല. സോ ഒരു ട്രേഡ് എടുക്കുന്ന പോലെ തന്നെയാണ് ഒരു ഫണ്ടഡ് അക്കൗണ്ട് എടുക്കുന്നത്. അത് വിന്നാവാൻ ലോസ് ആകാം, നിങ്ങൾക്ക് പേ ഔട്ട് കിട്ടാതിരിക്കാം. സോ ഇതിനകത്ത് ഒരു റെഗുലേഷൻ ഇല്ല. ആ ഫണ്ട് നിങ്ങളുടെ കയ്യിൽ എത്തുന്നിടം വരെ നിങ്ങളുടെ പൈസ അല്ല അത്. സോ അതിനകത്ത് എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഇപ്പം MFFനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ അതിനകത്ത് സ്ലിപ്പേജുകളും അതുപോലെ തന്നെ കമ്മീഷൻസും അതുപോലെ തന്നെ അതിനകത്ത് കുറേ ഫ്രോഡുകൾ അതിനകത്ത് സംഭവിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. സോ അതിനെയൊക്കെ ഇതായിട്ട് യൂറോ, കാനേഡിയൻ, പിന്നെ അമേരിക്കൻ ഡോളേഴ്സ്, ഈ 3 ഗവൺമെൻറ്റിൻ്റെ ഇതിലാണ് ഈ സംഭവം നടന്നേക്കുന്നത്. അവർ റെഗുലേഷൻസ് കൊണ്ടുവരാൻ പോവാണ് എന്ന് പറയുന്നു. സോ അത് മേ ബി സംഭവിച്ചു കഴിഞ്ഞാൽ അത് അത്രയും നല്ലതാണ്. കുറേ ഫ്രോഡുകൾ ഇല്ലാണ്ടാവും. നല്ല റെഗുലേഷൻസ് ഉള്ള നല്ല ഫണ്ടഡ് ഫേംസുകൾ വരാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെ വരാതിരിക്കാം, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. സോ വന്നു കഴിഞ്ഞാൽ നല്ലത്. അപ്പം ഇതിനകത്ത് നമ്മൾ നോക്കേണ്ടത് നമ്മൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇവർ വരുമോ വരാതിരിക്കുമോ പോവുമോ എന്തുവെന്ന് ചെയ്യും, നമുക്കതിനകത്ത് കാര്യങ്ങളൊന്നും ഇല്ല ചെയ്യാൻ. അപ്പം നമ്മളുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ജസ്റ്റ് ഈ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായാൽ മാത്രമേ ട്രേഡിങ്ങിൽ നിങ്ങൾ രക്ഷപ്പെടുകയുള്ളൂ. ഓക്കെ, അപ്പം കഴിഞ്ഞ വീക്കിൽ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ വീക്കിൽ ഇപ്പോൾ ഡെയിലിയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഡെയിലിയിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഇതാണ് തിങ്കളാഴ്ച തുടങ്ങി നമ്മൾ പ്രീവിയസ് വീക്ക് ഹൈ എടുത്തു. പ്രീവിയസ് വീക്ക് ഹൈ നമ്മൾ ഇവിടെ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു ഹയർ ടൈം ഫ്രെയിമും ഡിസ്കൗണ്ട് PDRA നിന്നാണ് പ്രൈസ് മേളിലേക്ക് പുൾ ബാക്ക് ചെയ്തത്. സോ നമ്മൾ ആ ഒരു മെഡിക്കേഷൻ ബ്ലോക്കിൽ മെഡിക്കേറ്റ് ചെയ്ത് പ്രൈസ് മേളിലേക്ക് പോയി. ആ ഒരു സമയത്തും നമുക്ക് വേണ്ട മെയിൻ ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് ലിക്വിഡിറ്റീസ് എടുക്കണം. സോ സെൽ സൈഡ് ലിക്വിഡിറ്റീസ് എടുത്തു. ഫസ്റ്റ് സെൽ സൈഡ് ലിക്വിഡിറ്റീസ് 4 hour ആണ്. പിന്നീട് മെയിൻ പുഷ് വരാൻ വേണ്ടിയിട്ടുള്ള സെൽ സൈഡ് ലിക്വിഡിറ്റീസ് എടുത്തു. പിന്നീട് മേളിലേക്ക് 4 hour FEGയിൽ പ്രൈസ് മെഡിക്കേറ്റ് ചെയ്ത് പോയി. For our FEG 1 hour. യെസ്, 4 hour FEGയിൽ പ്രൈസ് മെഡിക്കേറ്റ് ചെയ്തു. പ്രൈസ് മേളിലേക്ക് പോയി. പിന്നീട് പ്രൈസ് മെയിൻ എയിം ഓഫ് ദ വീക്ക് കഴിഞ്ഞു. ആ എയിം കഴിഞ്ഞപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ആ ബെയറിഷ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തു നമ്മൾ സെൽ സൈഡ് ലിക്വിഡിറ്റീസ് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നീട് പ്രൈസ് മൂവ് ചെയ്തു. സോ സെൽ സൈഡ്, ബൈ സൈഡ് ലിക്വിഡിറ്റി. സോ ഇതായിരുന്നു കഴിഞ്ഞ വീക്കിൽ മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹയർ ടൈം ഫ്രെയിമിൽ നടന്നത്. നമ്മൾ 4 hour നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു 4 hour FEG ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ബ്രേക്കറുണ്ട്. സോ പ്രൈസ് നേരെ ആ ഒരു മെയിൻ പോയിൻ്റ് ഓഫ് ദ വീക്ക് എന്നുള്ള രീതിയിൽ അത് കഴിഞ്ഞ് പ്രൈസ് മേലെ തിരിച്ച് താഴേക്ക് വന്നു. സോ നമ്മൾ 1 hourലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ തിങ്കളാഴ്ച ഒരു റേഞ്ച് ഡേ പോലെ കാണാം, ഒന്നുമില്ല. ചൊവ്വാഴ്ച പിന്നീട് പ്രൈസ് ഏഷ്യയിൽ നേരെ പോയി പിറ്റേ ദിവസത്തെ ഹൈ എടുത്തു. പിന്നീട് താഴേക്ക് റിവേഴ്സ് ചെയ്ത്. ഇത് 1 hour ചാർട്ടാണ്. സോ 1 hour FEGs അതുപോലെ തന്നെ നമ്മുടെ ലിക്വിഡിറ്റീസ് പിറ്റേക്ക് കഴിഞ്ഞ ദിവസത്തെ ലോയും മൺഡേ ലോയാണിത്. സോ
മൺഡേ ലോ എന്ന് പറയുമ്പം കറക്റ്റ് ഇവിടാണ് വരുന്നത്. മൺഡേ ലോ വന്നിട്ട് സ്വീപ്പ് ചെയ്തിട്ടാണ് നമ്മൾ പ്രീവിയസ് ഡേ ലോ സ്വീപ്പ് ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ചു പോയത്. ഓക്കെ, അത് കഴിഞ്ഞ് 4 hour FEG മെഡിക്കേറ്റ് ചെയ്തു. അവിടുന്ന് നേരെ പിറ്റേ ദിവസം നെക്സ്റ്റ് 1 hour FEGയിൽ മെഡിക്കേറ്റ് ചെയ്ത് പ്രൈസ് മേളിലേക്ക് പോയി. പിന്നീട് അവിടുന്ന് നമ്മുടെ മെയിൻ വീക്കിൻ്റെ പോയിൻ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടുന്ന് റിവേഴ്സലായി. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കുകളാണ് ഇതൊക്കെ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് പോവുക എന്നുള്ളതാണ്. ഞാൻ സ്പൂൺ ഫീഡ് ചെയ്തു തരില്ല. സോ സ്പൂൺ ഫീഡ് ചെയ്ത് തന്നാൽ നിങ്ങൾക്ക് ആ ഒരു സാധനം കിട്ടിയിട്ട് കാര്യമില്ല. നിങ്ങൾ തന്നെ ഫൈൻഡ് ചെയ്യണം. നിങ്ങളുടെ സാധനം നിങ്ങൾക്ക് കിട്ടും. ട്രസ്റ്റ് മീ, അതങ്ങനെയാണ്, അതങ്ങനെ വരുള്ളൂ. അല്ലാണ്ട് നിങ്ങൾക്ക് വേറെ ആവശ്യങ്ങൾ ആര് നിങ്ങൾക്ക് സ്പൂൺ ഫീഡ് ചെയ്ത് തന്നിട്ടും കാര്യമില്ല. നിങ്ങളുടേതായ സാധനം കണ്ടെത്തുന്ന വരെ നിങ്ങൾ അലയും ഇതിൽ. അലഞ്ഞു തന്നെ എത്തണം. അലഞ്ഞു തന്നെ എത്തിയാൽ മാത്രമേ ഈ സാധനം കിട്ടുള്ളൂ. അല്ലാണ്ട് ഒരു ഹെൽപ്പും ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് താഴേക്ക് ഇറങ്ങാം, 50 മിനിറ്റിലേക്ക് ഇറങ്ങാം. എന്നിട്ട് നമുക്ക് ഡെയിലിയിൽ എന്താണ് നടന്നതെന്നുള്ളത് നോക്കാം. സോ 50 മിനിറ്റിലേക്ക് ഇറങ്ങുമ്പം ഞാൻ 18 to 23 നോക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ ടൈം ഏഷ്യയുടേത് വെച്ച് സെറ്റപ്പ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും. ഞാൻ വേറൊരു ടൈം കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നിട്ടുണ്ട്. അത് മെയിനായിട്ടുള്ള ടൈമാണ്. ഞാൻ ഏഷ്യ ട്രേഡ് ചെയ്യാനിരിക്കുന്നതിൻ്റെ ടൈമുകളാണ് പറയാറ്. സോ ഇപ്പം കഴിഞ്ഞ ആഴ്ച തിങ്കളാഴ്ച എന്ന് പറയുകയാണെങ്കിൽ നമ്മളുടെ ഏഷ്യ ജസ്റ്റ് ഒരു ബുള്ളിഷ് മൊമെൻറ്റം തന്നിട്ട് ആ ബുള്ളിഷ് മൊമെൻറ്റത്തിനെ കണ്ടിന്യൂ ചെയ്ത് ആ ഏഷ്യൻ ഹൈ എടുത്തു കഴിഞ്ഞ് 2 to 3 സമയത്ത് നമ്മുടെ പ്രൈസ് സ്വീപ്പ് ചെയ്ത് താഴേക്ക് ആ ഒരു റേഞ്ചിൻ്റെ ഡീലിംഗ് റേഞ്ചിൻ്റെ ഡിസ്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ട് പിന്നീട് റിട്രേസ് ചെയ്ത് ഭയങ്കര കൺസോൾട്ടേഷനായി നിന്നു. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം ചൊവ്വാഴ്ച 18 to 23 ഞാനത് ഇൻഡിക്കേറ്റർ വരുന്നുണ്ടാവും. ഓക്കെ, 18 to 23 നോക്കുകയാണെങ്കിൽ ജസ്റ്റ് അവിടെ ഒരു സ്വീപ്പ് ചെയ്തിട്ടാണ് പ്രൈസ് താഴേക്ക് വന്നത്. അതുമാത്രമല്ല, അതിനകത്തൊരു 1 hour FEG ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് ആ 1 hour FEGയിൽ കണ്ടിന്യൂ ചെയ്ത് നമ്മുടെ 2 to 3 പ്രൈസ് താഴേക്ക് ആ 1 hour FEGന്ന് താഴേക്ക് ഇറങ്ങി. ആ 1 hour FEGന്ന് താഴേക്ക് ഇറങ്ങി നമ്മളുടെ പ്രീവിയസ് ഡേ ലോ എടുത്തു. പ്രീവിയസ് ഡേ ലോയാണ് ഈ കാണുന്നത്. ഓക്കെ, പ്രീവിയസ് ഡേ ലോ എടുത്തു കഴിഞ്ഞപ്പോൾ പ്രൈസ് പിന്നീട് അവിടെ നിന്ന് റിവേഴ്സലായി 50 minute FEG ഫോം ചെയ്തു. ആ 50 minute FEGയിൽ പ്രൈസ് മെഡിക്കേറ്റ് ചെയ്തു. പിന്നീട് അത് മേളിലേക്ക് പോയി. അത് ന്യൂയോർക്കിലാണ് സംഭവിച്ചത്. ആ ഒരു റിവേഴ്സൽ ലണ്ടൻ ന്യൂയോർക്ക് റിവേഴ്സലാണിത്. ഓക്കെ, ലണ്ടൻ ന്യൂയോർക്ക് റിവേഴ്സ് ടെംപ്ലേറ്റാണിത്. സോ അവിടുന്ന് പിന്നീട് പ്രൈസ് മേളിലേക്ക് പോയി. പിറ്റേ ദിവസം നോക്കുകയാണെങ്കിൽ ഞാൻ നല്ല സ്പീഡിലാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ഇഷ്ടം പോലെ സെറ്റപ്പുകളുണ്ട്. ഇഷ്ടം പോലെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഡെയിലി കുറേ സെറ്റപ്പുകൾ ഞാൻ ഇതിനകത്ത് നിങ്ങൾക്ക് എടുത്തെടുത്ത് പറഞ്ഞു തരുന്നുണ്ട്. അത് കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ജോബ്. പിന്നീട് നിങ്ങൾ ഈ സാധനങ്ങൾ ഡെയിലി ഞാൻ വീഡിയോസ് കാണുമ്പോഴും നിങ്ങൾ ഈ സാധനങ്ങൾ പിന്നീട് കണ്ടു തുടങ്ങും. ഓക്കെ, ഞാൻ പറയാതെ തന്നെ. സോ ഏഷ്യൻ സെറ്റപ്പുകൾ കുറേ ഉണ്ടായിരുന്നു. ഏഷ്യൻ സെറ്റപ്പ് നമ്മൾ പറഞ്ഞ സെറ്റപ്പുകൾ കുറേ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏഷ്യൻ ലോ സെറ്റപ്പ് ആണെങ്കിൽ ഏഷ്യൻ ലോ സ്വീപ്പ് ചെയ്തു, ബ്രേക്കോ സ്ട്രക്ചർ തന്നു. ആ ഒരു OBയിൽ പ്രൈസ് മെഡിക്കേറ്റ് ചെയ്താണ് ഈ ഒരു റണ്ണ് ലണ്ടൻ ന്യൂയോർക്ക് ലണ്ടൻ ടൈമിൽ തന്നിരിക്കുന്നത്. ഇത് ബുധനാഴ്ച. പിന്നീട് പ്രൈസ് നമ്മുടെ 8:30 ആയപ്പോൾ അതിനകത്ത് ക്രിയേറ്റ് ചെയ്ത 1 hour FEGയിൽ മെഡിക്കേറ്റ് ചെയ്ത് കണ്ടിന്യൂ പോയി. അപ്പം അതാണ് ബുധനാഴ്ച നടന്നത്. ഇപ്പം ഏഷ്യ ബെയറിഷ് ആയിരുന്നെങ്കിൽ ലണ്ടൻ ബുള്ളിഷ് ആയിരുന്നു. ലണ്ടൻ്റെ കണ്ടിന്യൂവേഷൻ ആയിരുന്നു ന്യൂയോർക്ക്. സോ സിമ്പിൾ ആസ് ദാറ്റ്. ഡോണ്ട് കോംപ്ലിക്കേറ്റ് യുവർ ട്രേഡിങ്. ഓക്കെ, അപ്പം ഈ ഏഷ്യ നോക്കുകയാണെങ്കിൽ ഏഷ്യ നമുക്കിവിടുന്ന് ബെയറിഷ് മൊമെൻറ്റം തന്നു. ആ ബെയറിഷ് മൊമെൻറ്റത്തെ നമ്മളുടെ ലണ്ടൻ കണ്ടിന്യൂ ചെയ്ത് താഴേക്ക് പോയി. ഹെവി ഡ്രോപ്പായിരുന്നു.
Maybe you don't get any setup here, but there is an 1 hour refugee, I think. ഞാൻ അങ്ങനെ കണ്ടിരുന്നു എന്നൊരു തോന്നൽ. 1 hour refugee ഉണ്ടായിരുന്നു. യെസ്, 1 hour refugee ഉണ്ടായിരുന്നു. ആ 1 hour refugee-യിൽ പ്രൈസ് മെഡിക്കേറ്റ് ചെയ്തു. പിന്നീട് അത് ഹെവിലി താഴേക്ക് ഡ്രോപ്പ് ചെയ്തു. ദെൻ ന്യൂയോർക്ക് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിരുന്നു. ജസ്റ്റ് സെൽ സൈഡിൽ ബൈ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. താഴേക്ക് ബ്രേക്കോ സ്ട്രക്ചർ തന്നു. ബ്രേക്കോ സ്ട്രക്ചർ ആ FEGയിൽ മെഡിക്കേറ്റ് ചെയ്തു. പ്രൈസ് താഴേക്ക് വീണു. സോ ലണ്ടൻ ന്യൂയോർക്ക് കണ്ടിന്യൂഷൻ. ഓക്കെ, സിമ്പിൾ ആസ് ദാറ്റ്. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ അതുകൊണ്ടാണ് അത്രയ്ക്ക് സില്ലിയായിട്ട് പറഞ്ഞു പോകുന്നത്. സില്ലിയായിട്ട് പറഞ്ഞു പോകല്ല, എന്നാലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ക്യാച്ച് ചെയ്യാം. ഓക്കെ, ഇത് ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത് ഒരു മെയിൻ എയിം എന്ന് പറയുന്നത്, എനിക്ക് എൻ്റെ കയ്യിൽ ഈ ഡേറ്റാസ് എല്ലാം ഉണ്ടാവും. വീക്കിലിയിലുള്ള എല്ലാ ഡേറ്റാസും എൻ്റെ കയ്യിൽ കളക്റ്റഡ് ആവും. സോ അതൊന്ന് ഓക്കെ, അതെനിക്ക് ഒരു ഫസ്റ്റ് പ്രയോറിറ്റിയാണ്. സെക്കൻഡ് പ്രയോറിറ്റി ഈസ് നമ്മളുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ സെറ്റപ്പ് ഇതിൽ നിന്ന് കിട്ടും. കിട്ടിയ വർക്കൗട്ടായി പോകുന്ന ആൾക്കാരുണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ്. സോ ആ ഒരു ഡേറ്റ കളക്ഷനും നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ഹെൽപ്ഫുൾ ആവുന്നെങ്കിൽ ഹെൽപ്ഫുൾ ആവട്ടെ എന്നും വെച്ചാണ് എനിക്കിത് കാണിച്ചു തരുന്നത്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. സോ പിന്നീട് നമുക്ക് NFP ആയിരുന്നു തോന്നും. അതെ, NFP വന്നു. സോ കൺസോൾട്ടേറ്റഡ്, ആസ് സിമ്പിൾ ആസ് ദാറ്റ്. സീക്ക് ആൻഡ് ഡിസ്ട്രോയ് എന്ന് പറയും ഇതിന്. എന്ന് പറഞ്ഞാൽ പ്രൈസ് ഗ്രാവിറ്റേറ്റ് ചെയ്യും സെൽ സൈഡ് ടു ബൈ സൈഡിലേക്ക്. സോ ബൈ സൈഡിലേക്ക് ഗ്രാവിറ്റേറ്റ് ചെയ്തു. ഏഷ്യൻ ലോ എടുത്തു കഴിഞ്ഞ് ഏഷ്യൻ ഹൈ എടുത്തു കഴിഞ്ഞ് പിന്നീട് താഴേക്ക് വീണ്ടും കൺസോൾട്ടേറ്റ് ചെയ്തു. പിന്നീട് മേളിലേക്ക് പോയി അത് ബൈ സൈഡ് എടുത്തു. സീക്ക് ആൻഡ് ഡിസ്ട്രോയ് എന്ന് പറയും ഇതിന്. സോ അത് കണ്ടിന്യൂ ചെയ്ത് NFP ടൈമിൽ താഴേക്ക് ബ്രേക്ക് ചെയ്തു. യെസ്, ഇറ്റ്സ് ബെയറിഷ് എന്നുള്ള കാര്യം നമുക്ക് നേരത്തെ അറിയാം. ബട്ട് ഇത് നമ്മൾ എൻട്രി എടുക്കൂല NFP സമയത്ത്. കാരണം സ്ലിപ്പേജുകളും ഒക്കെ കാരണം SL പോലും നമ്മളുടെ ബ്രോക്കർ ചിലപ്പോൾ കാണില്ല. സോ അതുകൊണ്ടാണ് നമ്മളത് അവോയ്ഡ് ചെയ്യുന്നത്. സോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ നമ്മളുടെ കഴിഞ്ഞ ആഴ്ച. അപ്പം നിങ്ങളുടേതായ രീതിയിൽ ജേണൽ ചെയ്യുക. ജേണലിംഗ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് വീഡിയോ ചെയ്യാമെന്ന് ഞാൻ കരുതുന്നുണ്ട്. സോ അതിനൊരു പ്രത്യേകം വീഡിയോ ഞാൻ ചെയ്യാം. പിന്നീട് ലോട്ട് സൈസ് കാൽക്കുലേഷനെ കുറിച്ച് വീഡിയോ ചെയ്ത് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. സോ ലോട്ട് സൈസ് കാൽക്കുലേഷൻ ഈസ് സിമ്പിൾ. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. ഇറ്റ്സ് ഈസിലി അവൈലബിൾ ഓൺ യൂട്യൂബ് റൈറ്റ് നൗ. സോ യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. ജസ്റ്റ് സെർച്ച്. അപ്പം നിങ്ങൾക്കത് കിട്ടും. സോ അത്രേ ഉണ്ടായിരുന്നുള്ളൂ പറയാൻ. അപ്പം നല്ലൊരു വീക്കായിരുന്നു എന്ന് കരുതുന്നു. നല്ലൊരു മന്ത് വരട്ടെ. പുതിയൊരു മന്ത് തുടങ്ങാൻ പോവാണ്. സോ see you guys in next video. Stay safe. Sipping on back from the next say something. Never tell her back that I never stay running. Sipping on facts, damn, know I got stacks in the lab, taking bitches straight for another cat.